ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് 10 മണിച്ചെടി നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അത് കുറച്ച് കമ്പൂട് എടുത്ത് നമ്മൾ ഈ പോട്ടിനകത്തോട്ട് ആക്കുവാണ്. ഇത് നിറച്ചതെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഉണങ്ങിയ പുല്ലും അതുപോലെ മണ്ണും കുറച്ച് കരിയിലയും കൂടി ഇട്ടാണ് ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. വേറെ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർക്കാം. ഇവിടെ ചെറിയ പോട്ടുകളിലാണ് നമ്മൾ നമ്മുടെ 10 മണിച്ചെടി നട്ടിരിക്കുന്നത്. കുറച്ച് പ്ലാന്റ്സ് നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് കുറച്ച് പ്ലാന്റ്സ് വാങ്ങിച്ചായിരുന്നു. അങ്ങനെ നമുക്ക് ഇത്രയും 10 മണിച്ചെടി കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇതിപ്പം കുറച്ച് നീളത്തിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ട് ഒരു പോട്ടിനകത്തോട്ട് കുറച്ചുകൂടി നമ്മൾ മാറ്റി വെക്കുവാണ്. ഇതിപ്പോൾ ഇച്ചിരി നീളത്തിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കുറച്ചെടുത്ത് വേറൊരു പോട്ടിനകത്തോട്ടാക്കാം. മഴയത്തൊക്കെ കൊണ്ടുവച്ചാൽ നമുക്ക് 10 മണി പിടിച്ച് കിട്ടത്തില്ല, ഇത് ചീഞ്ഞൊക്കെ പോകും. ഇപ്പം ഇത് നമ്മൾ ഷെയ്ഡിലാണ് വെച്ചേക്കുന്നത്. എന്നാലും അത്യാവശ്യം വെട്ടം കിട്ടുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. കുറച്ചൊന്നായിട്ട് നമുക്ക് നല്ല വെയിലത്തോട്ട് മാറ്റി വെക്കുവാണെങ്കിൽ നല്ലതായിട്ട് നമുക്ക് 10 മണി ചെടി പിടിച്ച് കിട്ടും. 10 മണി നമുക്ക് എപ്പോഴും പൂ പിടിച്ച് കാണണമെങ്കിൽ 10 മണി ചെടിയൊക്കെ വെക്കാമെങ്കിൽ നല്ല ഭംഗിയാണ്. കുറച്ച് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ പൂക്കൾ കാണാനായിട്ട് പറ്റും. നീളത്തിൽ പോയിരിക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുമ്പം അത് വീണ്ടും പൊട്ടിക്കെടുത്ത് നല്ല ബുഷിയായിട്ട് വരും. നിങ്ങളുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റി ഉണ്ടോ, 10 മണി പ്ലാന്റ്സ് ഒക്കെ വളർത്താറുണ്ടോ എന്നൊക്കെ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വെറൈറ്റിയും കൂടെ നമ്മൾ ഒരു പോട്ടിനകത്തോട്ടൊന്ന് ജസ്റ്റ് നട്ട് വെക്കുക. എല്ലാം കൂടി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ്. നമുക്കിത് പല രീതിയിൽ നടാം. നമുക്കിങ്ങനെ ടവറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്തൊക്കെ സെറ്റ് ചെയ്യാം. നല്ല ചെറിയ പോട്ടുകൾ എടുത്തിട്ട് ഒരുപോലെ നമുക്ക് ഒരു ലൈനായിട്ടിങ്ങനെ വെക്കാം. എളുപ്പം പിടിച്ച് കിട്ടുകയും ചെയ്യും. നല്ല നമുക്ക് പെട്ടെന്ന് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവരും അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ.